ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനമാണ് ബൈബിൾ. ബിബ്ലോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന പദം ഉണ്ടായത്. ഈ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം പുസ്തകം എന്നാണ്. ബൈബിളിനെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് പഴയ നിയമം, രണ്ട് പുതിയ നിയമം. പഴയ നിയമത്തിൽ ആകെ 39 പുസ്തകങ്ങൾ ഉണ്ട്. പുതിയ നിയമത്തിൽ സുവിശേഷങ്ങൾ ഉൾപ്പെടെ 27 പുസ്തകങ്ങളും. പഴയ നിയമം എബ്രായ ഭാഷയിലും അതിൽ ദാനിയേൽ പ്രവചനം മാത്രമാണ് അരാമിക് ഭാഷയിൽ എഴുതപ്പെട്ടത്. പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലുമാണ് ആദ്യമായി എഴുതപ്പെട്ടത്. ബൈബിളിലെ ഏറ്റവും വലിയ അധ്യായം 119 സങ്കീർത്തനവും ഏറ്റവും ചെറിയ അധ്യായം 117 സങ്കീർത്തനവുമാണ്. ഇതിനകം ബൈബിൾ 303 ഭാഷകളിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമം മാത്രമായി 607 ഭാഷകളിലും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പല ലേഖനങ്ങളിലായി 1884 ഭാഷകളിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ബൈബിളിലെ 66 പുസ്തകങ്ങളെ 5 ഗ്രന്ഥങ്ങളായി തിരിക്കാം. 1 മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ, 2 ചരിത്ര പുസ്തകങ്ങൾ, 3 കാവ്യഗ്രന്ഥങ്ങൾ, 4 പ്രവാചക പുസ്തകങ്ങൾ, 5 പുതിയ നിയമം. പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ഇടയ്ക്ക് 400 സംവത്സരങ്ങൾ ഉണ്ടായിരുന്നു. ദൈവത്തിൽ നിന്ന് യാതൊരു വെളിപ്പാടും ഇല്ലാതിരുന്ന കാലഘട്ടമായിരുന്നു ഇത്. അതിനാൽ നിശബ്ദ വർഷങ്ങൾ എന്ന് ഈ കാലഘട്ടത്തെ വിളിക്കുന്നു. പഴയ നിയമ പുസ്തകങ്ങളെല്ലാം തന്നെ ആദ്യം എബ്രായ ഭാഷയിലാണ് രചിക്കപ്പെട്ടത്. യവന സംസ്കാരത്തിൻ്റെ സ്വാധീനതയിൽ യഹൂദ ജനത വന്നെത്തിയപ്പോൾ അലക്സാണ്ട്രിയയിൽ വെച്ച് പഴയ നിയമത്തിൻ്റെ ഗ്രീക്ക് പരിഭാഷ BC 2-ാം നൂറ്റാണ്ടിലുണ്ടായി. അതറിയപ്പെടുന്നത് സെപ്റ്റുവജന്റ് എന്ന പേരിലാണ്. ക്രിസ്തീയ സഭ പ്രചാരത്തിൽ വന്നപ്പോൾ അന്ന് റോമാ സാമ്രാജ്യത്തിലെ വ്യവഹാര ഭാഷ ഗ്രീക്കായിരുന്നു. അതുകൊണ്ട് അപ്പോസ്തോലിക സഭ അധികമായും ആശ്രയിച്ചത് സെപ്റ്റുവജന്റ് പരിഭാഷയെയാണ്. പുതിയ നിയമകൃതികളെല്ലാം തന്നെ ഗ്രീക്കിലാണ് എഴുതപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. സെറാംപൂരിൽ മിഷണറിയായി വന്ന വില്യം കേരിയുടെ സേവനം ഇന്ത്യയിലെ മറ്റു ഭാഷകളിലേക്കുള്ള വേദപുസ്തക പരിഭാഷയ്ക്ക് വിലപ്പെട്ട സംഭാവനകൾ നൽകി. ബഹുഭാഷാ പണ്ഡിതനായിരുന്നു അദ്ദേഹം. വടക്കേന്ത്യയിലെ ചെറുതും വലുതുമായ അനവധി ഭാഷകൾ പഠിച്ച് വേദപുസ്തകം ഭാഗികമായോ മുഴുവനായോ ഭാഷാന്തരം നടത്തുവാൻ അദ്ദേഹം പരിശ്രമിച്ചു. 1834 അദ്ദേഹം മരിക്കുന്നതിന് മുമ്പായി വേദപുസ്തകം മുഴുവൻ്റെയും പരിഭാഷ 6 ഭാഷകളിലും പുതിയ നിയമം മാത്രം വേറെ 23 ഭാഷകളിലും വേദപുസ്തക ഭാഗങ്ങൾ വേറെ 10 ഭാഷകളിലും വിവർത്തനം ചെയ്യുവാൻ കേറിക്ക് സാധിച്ചു. ഇവയിൽ ഇന്ത്യൻ ഭാഷകൾക്ക് പുറമെ ജാപ്പനീസ്, ബർമീസ്, മലേഷ്യൻ, ചൈനീസ് എന്നീ ഭാഷകൾ ഉൾപ്പെട്ടിരുന്നു. വേദപുസ്തക പരിഭാഷ ഇന്നും തുടർന്നു കൊണ്ടുപോകുന്നു. ലോകമെങ്ങുമുള്ള ബൈബിൾ സൊസൈറ്റി ശാഖകൾ ഈ രംഗത്ത് അമൂല്യ സേവനമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം ലോകമെങ്ങുമുള്ള 1200-ലധികം ഭാഷകളിൽ ബൈബിൾ പരിഭാഷയുണ്ട്. വേദപുസ്തക പരിഭാഷകളെക്കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. 2-ാം നൂറ്റാണ്ടിൽ തന്നെ വേദപുസ്തകത്തിലെ പല ഭാഗങ്ങളിലും പഴയ ലത്തീൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. എന്നാൽ 4-ാം നൂറ്റാണ്ടിൽ ജെറോം എന്ന പണ്ഡിതൻ റോമൻ പോപ്പ് ഡമാസസിൻ്റെ നിയോഗപ്രകാരം ലത്തീനിൽ ഒരു പുതിയ പരിഭാഷയ്ക്ക് ശ്രമം ആരംഭിച്ചു. ആദ്യം സുവിശേഷങ്ങളും പുതിയ നിയമത്തിലെ ഇതര ലേഖനങ്ങളും അതിനുശേഷം പഴയ നിയമകൃതികളും അദ്ദേഹം ആദ്യം പരിഭാഷപ്പെടുത്തി. ഈ പരിഭാഷ വൾഗേറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇത് റോമൻ സഭയുടെ ഔദ്യോഗിക വേദപുസ്തകമാണ്. 1000 വർഷത്തിലധികം കാലം പാശ്ചാത്യ സഭകൾ ഈ പരിഭാഷ മാത്രമാണ് ഉപയോഗിച്ചു പോന്നത്. 2-ാം നൂറ്റാണ്ടിൽ തന്നെ സുറിയാനി പരിഭാഷയുണ്ടായി. പൗരസ്ത്യ ദേശങ്ങളിലാണ് ഇതിൻ്റെ പ്രചാരം ഉണ്ടായിരുന്നത്. പിന്നീട് 5-ാം നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധത്തിൽ എഡേസയിലെ ബിഷപ്പായിരുന്ന റാബുളായുടെ നിയോഗപ്രകാരം ഒരു പുതിയ സുറിയാനി പരിഭാഷയുണ്ടായി. അതാണ് പെഷീത്തോ. സുറിയാനി സഭകൾക്കെല്ലാം ഇത് ഔദ്യോഗിക വേദഗ്രന്ഥമാണ്. AD 508 ഇത് വീണ്ടും പരിഷ്കരിച്ച് പ്രസിദ്ധീകരിച്ചു. പുതിയ നിയമത്തിലെ പൊതുവിലുള്ള ലേഖനങ്ങൾക്ക് കാനോനിൽ സ്ഥാനം ലഭിച്ചത് ഈ കാലഘട്ടത്തിലാണ്. ഈജിപ്തിലും 4-ാം നൂറ്റാണ്ടിൽ 2 പരിഭാഷകളുണ്ടായി. സഹദിക്ക് എന്നും ബൊഹീരിക്ക് എന്നുമാണ് ഈ പരിഭാഷകളുടെ പേര്. ഈജിപ്തിലെ 2 ഭൂവിഭാഗങ്ങളിലെ ഭാഷകളാണിവ. എത്യോപ്യൻ പരിഭാഷ 4-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തോടെ ഉണ്ടായി. അർമേനിയയിൽ ഭാഷയിലേക്കും ജോർജിയൻ ഭാഷയിലേക്കുമുള്ള മറ്റ് 2 പുരാതന പരിഭാഷകൾ. ഇനിയും ഇംഗ്ലീഷ് പരിഭാഷയെക്കുറിച്ച് നോക്കാം. നവീകരണ കാലത്താണ് ഇംഗ്ലീഷിലേക്കും ജർമ്മനിയിലേക്കുമുള്ള പരിഭാഷകൾ നടത്തപ്പെട്ടത്. അത് വളരെ എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ടായിരുന്നു. ആദ്യമായി ലത്തീനിൽ നിന്നും ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ജോൺ വിക്ലിഫും സഹപ്രവർത്തകരുമാണ്. പിന്നീട് ടിൻഡേൽ ജർമ്മനിയിലേക്ക് പോയി. 1534
ഗ്രീക്കിൽ നിന്നും ഇംഗ്ലീഷിലേക്കുള്ള ഒരു പരിഭാഷ നിർവഹിച്ചു. ഇംഗ്ലണ്ടിൽ അത് പ്രസിദ്ധീകരിച്ചു. അത് അദ്ദേഹത്തിൻ്റെ വധത്തിന് വഴിതെളിച്ചു. ടെൻഡേലിൻ്റെ പരിഭാഷയാണ് ഇംഗ്ലീഷ് പരിഭാഷകളുടെ അടിസ്ഥാനം. തുടർന്നുള്ള 75 വർഷങ്ങൾക്കുള്ളിൽ 6 പരിഭാഷകൾ ഇംഗ്ലീഷിലുണ്ടായി. 1611 ഇംഗ്ലണ്ടിലെ രാജാവായ ജെയിംസ് ഒന്നാമൻ ആജ്ഞ കൊടുത്തതനുസരിച്ച് പ്രസിദ്ധപ്പെടുത്തിയ പരിഭാഷ ഓതറൈസ്ഡ് വേർഷൻ അഥവാ കിങ്സ് ജെയിംസ് വേർഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിനുശേഷം വേദപുസ്തകത്തിൻ്റെ പുതിയ കയ്യെഴുത്ത് പ്രതികൾ ലഭിച്ചതിൻ്റെ വെളിച്ചത്തിലും ഭാഷയുടെ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലും റിവൈസ്ഡ് വേർഷനുകൾ ഉണ്ടായി. റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ RSV എന്നും ന്യൂ ഇംഗ്ലീഷ് ബൈബിൾ, ടുഡേ ഇംഗ്ലീഷ് വേർഷൻ TEV എന്നും ചുരുക്കെഴുത്തിൽ അറിയപ്പെടുന്നു. ഇനി നമുക്ക് മലയാള പരിഭാഷയെക്കുറിച്ച് നോക്കാം. കേരളത്തിൽ ആദ്യം പ്രചാരത്തിലിരുന്നത് സുറിയാനി പരിഭാഷയായിരുന്നു. അതിൽ നിന്നും മലയാളത്തിലേക്കുള്ള വിവർത്തനം 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലുണ്ടായി. പെഷിറ്റോ സുറിയാനിയിൽ നിന്ന് നേരിട്ടുള്ള ഒരു പരിഭാഷയ്ക്ക് കായംകുളം ഫിലിപ്പോസ് റമ്പാനും പുലിക്കോട്ടിൽ ജോസഫ് റമ്പാനും ശ്രമിച്ചു. 1811 ബോംബെയിൽ അച്ചടിച്ച ഈ പരിഭാഷ പ്രസിദ്ധീകരിച്ചു. പിന്നീട് പാമ്പാക്കുട നിന്നും കോനാട്ട് മൽപ്പാന്മാരുടെ പുതിയ നിയമ പരിഭാഷയുണ്ടായി. കടവിൽ പൗലൂസ് മാർ അത്താനിയോസ്യോസ് മെത്രാപ്പോലിത്തയും വേദപുസ്തകത്തിന് വിവിധ പുസ്തകങ്ങൾ തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വിദേശ മിഷണറിമാരുടെ വലിയ സേവനം അവർ നിർവഹിച്ചിട്ടുള്ള വേദപുസ്തക പരിഭാഷകളാണ്. 1841 CMS മിഷണറിയായിരുന്ന ബെയ്ലിയുടെ നേതൃത്വത്തിൽ മലബാറിൽ ബാസിൽ മിഷൻ പ്രവർത്തകനായ ഗുണ്ടർട്ടിൻ്റെയും പരിശ്രമഫലമായും മറ്റ് പരിഭാഷകളുണ്ടായി. ഇവ രണ്ടും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ബൈബിൾ സൊസൈറ്റി പ്രസിദ്ധപ്പെടുത്തിയതാണ് ഇന്ന് നിലവിലുള്ള മലയാള പരിഭാഷ. ബൈബിൾ പരിഭാഷകളെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും മറക്കാൻ കഴിയാത്ത 2 പേരുകളാണ് റവറൻഡ് ഡോക്ടർ ബുക്കാനാൻ ക്ലോഡിയസിൻ്റേതും റവറൻഡ് ബെഞ്ചമിൻ ബെയ്ലിയുടേതും. ഇവർ ഭാരതീയ സഭയ്ക്ക് ചെയ്ത സേവനങ്ങൾ ഒരിക്കലും മറക്കുവാൻ സാധ്യമല്ല. 1811 തർജ്ജിമ ചെയ്ത 4 സുവിശേഷങ്ങളും ബുക്കാനാൻ ക്ലോഡിയസ് ബോംബെയിൽ പ്രസിദ്ധീകരിച്ച് മലങ്കരയിൽ വിതരണം ചെയ്യിച്ചു. പിന്നീട് 6-ാം മെത്രാപ്പോലിത്ത സമ്മാനിച്ച സുറിയാനി ബൈബിൾ സുറിയാനിക്കാരെ ലക്ഷ്യമിട്ട് അച്ചടിപ്പിച്ചു. 1807 ഇംഗ്ലണ്ടിലേക്ക് മടങ്ങിപ്പോയ ഇദ്ദേഹം പ്രൊട്ടസ്റ്റന്റ് സഭയുടെ പരിചരണത്തിനായി സഹായങ്ങൾ ചെയ്തിരുന്നു. 1816 മുതൽ 1850 വരെ തിരുവിതാംകൂറിൽ പ്രവർത്തിച്ച CMS മിഷണറിയാണ് റവറൻഡ് ബെഞ്ചമിൻ ബെയ്ലി. പുതിയ നിയമം 1829 ബൈബിൾ പൂർണ്ണ രൂപത്തിൽ 1842 പ്രസിദ്ധീകരിച്ചു. പഴയ സെമിനാരിയിലെ ആദ്യകാല അധ്യാപകനായിരുന്ന ഇദ്ദേഹം ബൈബിളും മറ്റ് കൃതികളും അച്ചടിക്കുന്നതിനായി 1821 ഒരു പ്രസ് സ്ഥാപിക്കുകയുണ്ടായി. നാട്ടുകാരനായ ഒരാശാരിയുടെ സഹായത്തോടെയാണ് തടിയിലാണ് പ്രസ് ഉണ്ടാക്കിയത്. മദ്രാസിലെ ഗവൺമെൻറ് ഫാക്ടറിയിൽ മലയാളം അച്ചുകൾ വാർത്തുണ്ടാക്കിയെങ്കിലും ഭംഗിയായി അച്ചടിക്കുവാൻ അത് ഉപയുക്തമല്ലെന്ന് കണ്ട വേലി മലയാളിയായ തട്ടാൻ്റെ സഹായത്തോടെ മലയാളം ലിപികൾ വാർത്തുണ്ടാക്കിയാണ് അച്ചടി നടത്തിയത്. 1905 സുവിശേഷങ്ങളുടെയും അപ്പോസ്തല പ്രവൃത്തികളുടെയും ഒരു കത്തോലിക്ക വിവർത്തനം പുറത്തു വന്നത്. കൂടാതെ 4 പരിഭാഷകൾ കൂടി കത്തോലിക്ക സഭയിൽ നിന്നുണ്ടായി. പെന്തക്കോസ്ത് പ്രസ്ഥാനത്തിൻ്റെ ചരിത്ര സംബന്ധമായ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. സഹകരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു.